Hi dears, I am Narayan Kumar, Managing Director of Sincere Studies Trivandrum. ഞാൻ ബയോളജിയുടെ ഒരു നീറ്റ് ഫാക്കൽറ്റിയാണ്. ഈ വർഷത്തെ നീറ്റ് എക്സാമിനേഷനിൽ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദീപക് ഗോപി പ്രസൻസിൻ്റെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീറ്റ് എക്സാമിനേഷൻ എല്ലാ വർഷവും പോലെ ഈ വർഷവും മെയ് മാസം ആദ്യത്തെ ഞായറാഴ്ച നടക്കുന്നുണ്ട്. എല്ലാ വർഷങ്ങളിൽ നിന്നും വ്യത്യാസമായി ഈ വർഷം ചില പരിഷ്കാരങ്ങൾ നമ്മുടെ എക്സാമിനേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ തന്നെ നീറ്റ് എക്സാമിനേഷന് കൃത്യമായിട്ടും NCERT സിലബസ് ബേസ് ചെയ്തിട്ടാണ് എക്സാമിനേഷൻ നടന്നിട്ടുള്ളത്. പക്ഷേ ഈ വർഷം സിലബസിൽ ചില കാര്യമായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നീറ്റിൻ്റെ സിലബസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുമ്പേ തന്നെ നീറ്റ് എക്സാമിനേഷൻ 720 മാർക്കിൻ്റെ ഒരു എക്സാമിനേഷനാണ്. 180 ക്വസ്റ്റ്യൻസാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് 200 ക്വസ്റ്റ്യനിൽ നിന്നും 180 ക്വസ്റ്റ്യൻസാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. ഓരോ സബ്ജക്റ്റും, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി 4 സബ്ജക്റ്റുകളാണുള്ളത്. ഓരോ സബ്ജക്റ്റിനും 50 ക്വസ്റ്റ്യൻസ് വീതം. ഈ 50 ക്വസ്റ്റ്യനിൽ നിന്നും 45 ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യണം. ഒരു സബ്ജക്റ്റിനെ 2 സെക്ഷൻസ് ആയിട്ടാണ് തിരിച്ചിരിക്കുക. സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി. സെക്ഷൻ എയിൽ കമ്പൽസറി ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട 35 ക്വസ്റ്റ്യൻസ്. സെക്ഷൻ ബിയിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും 10 എണ്ണം നമ്മൾ സെലക്ട് ചെയ്താൽ മതി, 10 എണ്ണം ആൻസർ ചെയ്താൽ മതി. അങ്ങനെ 35 ഫ്രം സെക്ഷൻ എ ആൻഡ് 10 ഫ്രം സെക്ഷൻ ബി. അപ്പോൾ 45 ക്വസ്റ്റ്യൻ ഇൻറ്റു 4 സബ്ജക്റ്റ്, അങ്ങനെയാണ് 180 ക്വസ്റ്റ്യൻ. ഇതേ പാറ്റേൺ തന്നെയാണ് ഈ വർഷവും ഫോളോ ചെയ്യുക. പെൻ ആൻഡ് പേപ്പർ എക്സാമിനേഷനാണ്. അതിൻ്റെ മാർക്കിംഗ് സ്കീമും പിന്നെ മാർക്കുകളും എല്ലാം ഒരു വ്യത്യാസവുമില്ല, കഴിഞ്ഞ വർഷം പോലെ തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ വ്യത്യാസം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസിലാണ്. ഫിസിക്സിലും കെമിസ്ട്രിയിലും ബോട്ടണിയിലും സുവോളജിയിലും സിലബസിൽ ചില പ്രത്യേകതകൾ ഈ വർഷം നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ സബ്ജക്റ്റുകളിലെല്ലാം പ്രാക്ടിക്കൽസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് NTA സിലബസിൽ പറഞ്ഞിരിക്കുക. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതുവരെ നമ്മുടെ തിയറി ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തന്നെ അതും തിയറി ബേസ്ഡ് ആയിരുന്നു. പക്ഷേ ഈ വർഷം അങ്ങനെയല്ല. സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഡയറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രാക്ടിക്കൽ സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. പക്ഷേ കുട്ടികൾ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഈ പ്രാക്ടിക്കൽസിൻ്റെ ക്വസ്റ്റ്യൻസ് കുട്ടികൾ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ബയോളജിയിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. ആ സിലബസ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് 2 സ്ഥലങ്ങളിൽ പ്രാക്ടിക്കൽസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. ഒന്ന് മോർഫോളജി ആൻഡ് അനാട്ടമി സെക്ഷനിൽ നിന്നും, മറ്റൊന്ന് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്നുള്ള സെക്ഷനിൽ നിന്നും. മോർഫോളജി അനാട്ടമി ഫസ്റ്റ് ഇയറിലെ ബോട്ടണിയുടെ പാർട്ടിൽ നിന്ന് വരുന്നതാണ്. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് ഫസ്റ്റ് ഇയറിലെ തന്നെ സുവോളജി പാർട്ടിൽ നിന്ന് വരുന്നതാണ്. രണ്ടിലും പ്രാക്ടിക്കൽസിൻ്റെ ആപ്ലിക്കേഷൻസിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എന്ന് അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വർഷത്തെ നമ്മൾ ഫോളോ ചെയ്തിരുന്ന NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടല്ല 100% ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. അതായത് NCERT ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ചില ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അതിൽ ചില പോർഷൻസ് പഴയ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കാം. പക്ഷേ പഴയതിലോ പുതിയതിലോ ഇല്ലാത്ത ചില ടോപ്പിക്സും ബയോളജിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു സെറ്റ് പാറ്റേൺ, ഇപ്പോൾ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും അധ്യാപകർ നിങ്ങളോട് പറയുന്നുണ്ടാവും, ഇന്ന ചാപ്റ്ററിൽ നിന്നും ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ഇന്ന ചാപ്റ്ററിൽ നിന്നും ഇത്ര % ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഏകദേശം അത് ശരിയായി വരാറുണ്ട്. പക്ഷേ സിലബസിലില്ലാത്ത കുറേ പോർഷൻസ് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ആ ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെർസെൻറ്റേജ് അതേപോലെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? അതായത് പുതിയ ടോപ്പിക്കുകൾ കൂടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ബയോളജിയിൽ വളരെ പ്രത്യക്ഷമായി തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ്. അത് മറ്റുള്ള ബോർഡ് സിലബസിൽ ഉൾപ്പെടുന്നത് കൊണ്ടാണ് ഇത് വരിക എന്നാണ് NTA പറഞ്ഞിരിക്കുക. ഇപ്പോൾ ഉദാഹരണം, മോർഫോളജിയിൽ 5 ഫാമിലീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
മാൽവേസിയെ, ക്രൂസിഫെറെ, ലെഗുമിനോസെ, കമ്പോസിറ്റെ, ഗ്രാമിനിയെ. 5 ഫാമിലി. ഇതിനെക്കുറിച്ച് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻസ് ഒന്നുമില്ല. ഗ്രാമിനിയെ എന്ന് പറയുന്നത് പോയേസിയെ തന്നെയാണ്. ക്രൂസിഫെറെ എന്ന് പറയുന്നത് ബ്രാസിക്കേസിയെ. അതിനെക്കുറിച്ച് ടെക്സ്റ്റിൽ ജസ്റ്റ് ഒരു മെൻഷനിങ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഡിസ്ക്രിപ്ഷൻസ് ഇല്ല. കമ്പോസിറ്റെ എന്ന് പറയുന്നത് ആസ്റ്ററേസിയയാണ്. ലെഗുമിനോസെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഫാബേസിയ തന്നെയാണ്. അപ്പോൾ അത് ടെക്സ്റ്റിലുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറേ ടോപ്പിക്കുകൾ ഇവിടെ വരുന്നു. അപ്പോൾ ഇത് ടോട്ടലായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷനെ അഫക്റ്റ് ചെയ്യും. മറ്റൊന്ന് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസ്. അതിൽ നമ്മുടെ NCERT സിലബസിൽ നിന്നും അനിമൽ ടിഷ്യൂസ് എന്നുള്ള പോർഷൻ ഡിലീറ്റഡ് ആണ്, ടെക്സ്റ്റ് ബുക്കിലില്ല. പക്ഷേ പഴയ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പക്ഷേ നമ്മുടെ NTA സിലബസിൽ അനിമൽ ടിഷ്യൂസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എപ്പിത്തീലിയം, കണക്റ്റീവ്, മസ്കുലാർ, ന്യൂറൽ ടിഷ്യൂസ്. മറ്റൊന്ന് നമ്മുടെ NTA സിലബസിൽ അനിമൽ മോർഫോളജിയിൽ സ്റ്റഡി ഓഫ് എൻ ഇൻസെക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫ്രോഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. റിവൈസ്ഡ് സിലബസിൽ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇൻസെക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റിൽ ഫ്രോഗ് ആണെങ്കിൽ ഇൻസെക്റ്റ് ഫ്രോഗ് അല്ലാത്തതുകൊണ്ട് അവർ ഇൻസെക്റ്റും പഠിക്കണം, ഫ്രോഗും പഠിക്കണം. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇൻസെക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന അറിയാമല്ലോ, കോക്രോച്ചാണ്. അപ്പോൾ കോക്രോച്ചിൻ്റെ മോർഫോളജിക്കൽ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഫ്രോഗിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ പഠിക്കണം. പക്ഷേ അത് രണ്ടും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. നമുക്കിനി സെക്കൻഡ് ഇയർ ടോപ്പിക്കിലെ ഇതേപോലെയുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെക്കൻഡ് ഇയറിൽ ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ അല്ലെ മെൻഡേലിയൻ ഡിസോർഡേഴ്സ് എന്നുള്ളതിൽ സിക്കിൾ സെൽ അനീമിയ, ഫിനൈൽ കീറ്റോന്യൂറിയ, ഈ 2 ടേംസ് നമ്മുടെ NTA പുതിയ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എങ്കിലും ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതും കൂടെ വായിച്ചിരിക്കേണ്ട അത്യാവശ്യമാണ്. പക്ഷേ മോളിക്കുലാർ ബയോളജിയിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഒരു പുതിയ ടേം ആഡ് ചെയ്തിട്ടുണ്ട്, പ്രോട്ടീൻ ബയോസിന്തസിസ്. ഈ പ്രോട്ടീൻ ബയോസിന്തസിസ് ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. നമ്മൾ അതിന് പകരം ട്രാൻസ്ലേഷൻ്റെ ഒരു സമ്മറിയാണ് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുക. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസിനെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി വച്ചിരിക്കണം. കാരണം സെപ്പറേറ്റ് ആയിട്ട് അത് മെൻഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ട്. അതേപോലെ തന്നെ ഹ്യൂമൻ ഹെൽത്ത് എന്നുള്ള ടോപ്പിക്കിൽ 2 ഡിസീസസിനെ കുറിച്ച് അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഡെങ്കു, മറ്റൊന്ന് ചിക്കൻ ഗുനിയ. ഇതിനെക്കുറിച്ചും ഡിസ്ക്രിപ്ഷൻസ് ടെക്സ്റ്റ് ബുക്കിൽ വലുതായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ടോപ്പിക്കിൽ നിന്നെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. ക്വസ്റ്റ്യൻസ് വരണമെന്ന് നിർബന്ധമില്ല, എങ്കിലും നമ്മളത് അറിഞ്ഞിരിക്കണം. കാരണം ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ നമുക്കൊരു കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ടോപ്പിക്കുകളെല്ലാം ശ്രദ്ധിക്കണം. ഇനി അതേപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയിലെ ടെക്സ്റ്റിൽ വലിയ ഡിസ്ക്രിപ്ഷൻസ് ഇല്ലാത്ത ചില ടേംസ്, ഉദാഹരണത്തിന് സേക്രഡ് ഗ്രൂവ്സ്, നാഷണൽ പാർക്ക്, അതേപോലെ തന്നെ ബയോസ്ഫിയർ റിസർവുകളെക്കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കുകൾ കൃത്യമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. റെഡ് ഡാറ്റ ബുക്കിനെ കുറിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കുട്ടികൾ വായിക്കണം. അപ്പോൾ 2024 പരീക്ഷയിൽ കുട്ടികൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക NCERT ബേസ്ഡ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് കൂടെ വന്നേക്കാം. ബയോളജിയെക്കുറിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അധ്യാപകർ പറഞ്ഞുകൊണ്ടിരുന്നത് NCERT സിലബസ് മാത്രം, NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുനിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വരിക. അതുകൊണ്ട് മക്കളെല്ലാവരും NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച് പഠിക്കണം, ഡിസ്ക്രിപ്ഷൻസ് പഠിക്കണം, സിലബസ് പഠിക്കണം, കൺസെപ്റ്റുകൾ പഠിക്കണം, ഡയഗ്രംസ് പഠിക്കണം, ലേബലിങ്സ് പഠിക്കണം, സയൻറ്റിസ്റ്റുകളെ കുറിച്ച് പഠിക്കണം, അതൊക്കെ പറയും. പക്ഷെ നമുക്കിപ്പോൾ ഉള്ള പ്രശ്നം NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ സിലബസിൽ കൊടുത്തിട്ടുണ്ട്, അതും കവർ ചെയ്തേ പറ്റും. അപ്പോൾ ഇങ്ങനെ അഡീഷണൽ ടോപ്പിക്കുകൾ ഉള്ളതുകൊണ്ട് ഓവറോളായിട്ട് ഈ ടോപ്പിക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം വരും. കഴിഞ്ഞ വർഷം വരെ 5 ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്ന സ്ഥലത്ത് ചിലപ്പോൾ അത് 4 or 3 ആയിട്ട് മാറിയേക്കാം. അപ്പം അങ്ങനെയുള്ള വേരിയേഷൻസ് വരാം. അപ്പോൾ ഒരുപാട് പുതിയ മാറ്റങ്ങൾ സിലബസ് വൈസ് വന്നിട്ടുള്ള ഒരു വർഷമാണ് 2024. അതുകൊണ്ട് തന്നെ അതിന് അനുയോജ്യമായ രീതിയിൽ പ്രിപ്പറേഷൻസിലും നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തണം, പ്രിപ്പറേഷൻസും ശ്രദ്ധിച്ച് നടത്തണം. ഓക്കെ, ഇത്രയുമാണ് എനിക്ക് ബയോളജിയെക്കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ളത്, സിലബസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ബയോളജിയിൽ സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഏതെല്ലാം തരത്തിലുള്ള MCQ ആണ് ചോദിക്കുക എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നെയിം ദ ഫോളോയിങ് പോലെയുള്ള, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ഡയറക്റ്റ് ആൻസർ ഉള്ള ക്വസ്റ്റ്യൻസ്.
രണ്ടാമത്തത്, ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് അതിൻ്റെ ചോയ്സുകൾ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. വലിയ വലിയ സെൻറ്റൻസുകളായിരിക്കാം ചോയ്സായിട്ട് വരിക. 1 വേർഡിന് പകരം ഒരു സെൻറ്റൻസ് ബേസ്ഡ് ആയിട്ടുള്ള ചോയ്സുകൾ വരാം. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് വായിച്ച് ആൻസർ കണ്ടെത്തണം. മറ്റൊരു തരം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസേർഷൻ റീസണാണ്. ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ആൻസർ ചെയ്ത് പഠിച്ചാൽ മാത്രമേ അത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കൺസെപ്റ്റുവൽ ക്ലാരിറ്റിയുള്ള ഒരു കുട്ടിക്ക് മാത്രമേ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് പഠിക്കണം. അതേപോലെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് മാച്ച് ദ ഫോളോയിങ്. ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ എളുപ്പമാണ്. ഇപ്പോൾ എല്ലാ ടെർമിനോളജീസും അറിഞ്ഞില്ലെങ്കിൽ പോലും മാച്ച് ദ ഫോളോയിങ്ങിൽ ചിലപ്പോൾ നമുക്ക് ആൻസർ കണ്ടെത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചാപ്റ്റർ വൈസ് ആയിട്ട് വർക്ക് ചെയ്ത് പഠിക്കണം. പിന്നെ സയൻറ്റിസ്റ്റുകളുടെ പേരുകളുടെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ്, ഇയേഴ്സിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ്, ബയോളജിക്കൽ നെയിംസിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ്, എക്സാമ്പിൾസിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ്, സയൻറ്റിഫിക് ടേംസിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. പിന്നെ മറ്റൊരു തരം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. ആ 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ശരിയായത് ഏത് തെറ്റായത് ഏത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. മറ്റൊരു തരം കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കും. എന്നിട്ട് ഇതിൽ എത്ര എണ്ണം ശരി, അത് ഏതൊക്കെയാണെന്ന് നിർബന്ധമില്ല, എത്ര എണ്ണം ശരി എത്ര എണ്ണം തെറ്റ്, അല്ലെങ്കിൽ അതേപോലെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് ഇതിൽ ഏതെല്ലാം ശരി ഏതെല്ലാം തെറ്റ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെക്കുറിച്ച് എല്ലാം നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. ഇനി വേറൊരു തരം നോക്കിക്കഴിഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയല്ലാത്തത് ഏത്. ഇപ്പോൾ 4 ചോയ്സ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, അതിൽ 3 എണ്ണം ശരിയായിരിക്കും, ഒരെണ്ണം മാത്രം ശരിയല്ലാത്ത ചോയ്സ് ആയിരിക്കും. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ഓർ നോട്ട് കറക്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ MCQയിൽ തന്നെ പല മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ പാറ്റേണുകളൊക്കെ മനസ്സിലാവുമെങ്കിലും അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. ഇപ്പോൾ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ടോപ്പിക് ഉണ്ടെങ്കിലും മെജോറിറ്റി ടോപ്പിക്കും NCERT ബേസ് തന്നെയാണ്. അത് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. NCERT നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് 90% ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. പക്ഷേ ഈ അഡീഷണൽ ടോപ്പിക്കും കൂടെ മാക്സിമം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. നമുക്കറിയാം ബയോളജിയിൽ ഫിസിക്സിലുള്ളതുപോലെയോ ഫിസിക്കൽ കെമിസ്ട്രിയിലുള്ളതുപോലെയോ പ്രോബ്ലംസ് ഒന്നുമില്ല, ഫോർമുല ആപ്ലിക്കേഷൻസ് ഇല്ല, ഡെറിവേഷൻസ് ഇല്ല. പക്ഷേ ഈ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ചില ടെർമിനോളജീസ് ഉണ്ട്. അതെല്ലാം NCERT ബേസ്ഡായിട്ട് നിങ്ങൾ പഠിക്കണം. സയൻറ്റിസ്റ്റുകളുടെ ബേസിൽ എക്സ്പെരിമെൻറ്റ്സ് കൊടുത്തിരിക്കുന്നതിൽ ഈ വർഷത്തെ പാറ്റേണിൽ പ്രാക്ടിക്കൽസ് ബേസ്ഡായിട്ടുള്ള നിങ്ങളെ റെക്കോർഡ് ബുക്കിൽ എഴുതിയ കാര്യങ്ങൾ, പ്രാക്ടിക്കലിന് ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഈ വർഷം 2024 പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പരീക്ഷ എഴുതുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദീപക് ഗോപി പ്രസൻസിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യും. താങ്ക് യു.